ഒരുപാട് സമയം വൈകിയതാണ് തുടങ്ങാണ്. നമ്മുടെ പേര് സാധാരണ ഗസ്റ്റാക്കിയിട്ട് മാത്രമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഓഫീസിൽ ചെല്ലുമ്പോൾ തന്നെ ഒരു ആഘോഷമായിട്ടുള്ള പരിപാടിയാണെന്ന് നമുക്ക് പറയാം. നമ്മൾ ബോധവൽക്കരണത്തിൻ്റെ പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പരിപാടി ചെല്ലാതെ നമ്മൾ സന്തോഷത്തിൽ ഒരു പരിപാടിയാക്കി മാറ്റണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളെല്ലാവരും സഹകരിച്ച് സാറോട് കൂടി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ പരിപാടി നയിപ്പിക്കണം. അപ്പോൾ മുസ്തഫ അതുപോലെ മൂസ ഒന്നിനേക്കാളെ വേദിയിൽ കയറിയിരിക്കുക. പാട്ട് നീ തുടങ്ങിയിട്ടാണ് പാടാൻ ചാടിക്കോട്ടെ. അയാളിപ്പോ ചാടൂടെ അയാൾക്ക് ശ്രീനിവാസൻ സാർ പേര് പറയുന്നത് അപ്പോൾ 25 വർഷക്കാലഘട്ടത്തിലെ അനുഭവങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനാണ്. അന്ന് നിങ്ങൾ വളരെ സുന്ദരന്മാരും സുന്ദരികളുമായ ഈ വളരെ ചെറുപ്പത്തിൽ ചെയ്തു ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് വലിയ സീരിയസ് ആയ ഒരു വിഷയം സംസാരിക്കാനുള്ള അവസരമല്ല. കാരണം വർഷങ്ങൾക്ക് ശേഷം കണ്ടുകൊണ്ടുന്ന സുഹൃത്തുക്കൾ ഒന്നിച്ചു കൂടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അങ്ങനൊരു സീരിയസ് ആയിട്ടുള്ള വിഷയം സംസാരിക്കാൻ ഉചിതമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പഠിച്ച കോളേജുകളിലെയും അതേപോലെ തന്നെ ട്രെയിനിങ് കോളേജുകളിലൊക്കെ തന്നെ പിന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ MA പഠിച്ചു, അത് കഴിഞ്ഞ ശേഷം BEd ചെയ്തു, അതിന് ശേഷം MA ചെയ്തു. അതിനൊക്കെ ആ ഗ്രൂപ്പുകളൊക്കെ ഇപ്പോൾ പല ഗെറ്റ് ടുഗദറുണ്ട്. 10th സ്റ്റാൻഡേർഡിൽ ഉള്ള ഗെറ്റ് ടുഗദർ എൻ്റെ അനുഭവത്തിൽ ഇതാദ്യമായിട്ടുള്ള പരിപാടികളാണ്. ഇങ്ങനെയൊരു സംഘടിപ്പിക്കുക പറയുന്നത് ചെറിയൊരു ബ്രെയിൻ വർക്ക് മാത്രം ചെയ്താൽ പോരാ. ഇവരെല്ലാം ഫോൺ നമ്പർ കളക്ട് ചെയ്യണം, അതിൻ്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം, അവരെ ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഇൻസ്ട്രുമെൻസുകളെയും ഞാൻ വളരെ ശ്രദ്ധയോടെ പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കും. പിന്നെ ഇപ്പോൾ എല്ലാ ആൾക്കാരുടെയും ഈ ഫോണിലാണ് പരിപാടി. ഞാൻ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വരുമ്പോൾ ഒരു ചങ്ങാതി ഈ ഫോണ് ഇങ്ങനെ കഴുത്തിൻ്റെ അടുത്ത് പിടിച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. കുറേ നേരം ഞാൻ അവൻ്റെ വീഡിയോ എടുത്തു, അവൻ്റെ ഫോട്ടോ എടുത്തു. അവസാനം ഞാൻ തൂർ ടൗണിലെത്തിയപ്പോൾ അവനോട് വന്ന് സഹോദര വണ്ടി നിർത്തുന്നു എന്ന് പറഞ്ഞു. ആ ഫോൺ വാങ്ങിയിട്ട് ഞാൻ കയ്യിൽ ഇപ്പോൾ വണ്ടിയിലുണ്ടോ കൂടെ ഒന്ന് വിളിച്ചാൽ പറയാം. അപ്പം ശരിക്ക് ഈ പിന്നീടാണ് ഞാൻ അവിടുത്തെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഒരു ഫോൺ ഒരു ചങ്ങായിൻ്റെ അടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ സംഭവം ഡിസ്കണക്റ്റ് ആയി. ഒരു ഗ്ലാസ് ചായ കൊടുക്കണം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ആവും. പിന്നെ സ്വന്തം ഭാര്യയുടെ നമ്പറൊന്നും തന്നെ വൈകാതല്ല. അപ്പം ഭാര്യനെ വിളിക്കാൻ പറ്റില്ല, ഒരു പരിപാടി നടക്കില്ല. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഈ സ്കൂളിലെ കാലഘട്ടം ഈ ഫോണില്ലാത്ത പിന്നെ ഇത്ര കമ്മ്യൂണിക്കേഷൻ തന്നെ എത്രമാത്രം ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പഠിക്കുകയൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ബുദ്ധിയും പ്രവർത്തനത്തെയും അപ്ഡേറ്റ് ചെയ്യാൻ ഓരോരാളും തയ്യാറാണെന്നുള്ളതാണ് ഈ ഇതിനോട് മുന്നിൽ വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം.
നമ്മളെ അപ്ഡേറ്റ് ഇല്ലെങ്കിൽ നാളെ കുട്ടികളൊക്കെ തന്നെ നമ്മളെ പൊട്ടന്മാരെന്ന് ഈ ഫോണ് പല സ്ഥലത്തും നിങ്ങളെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഉപയോഗിക്കുന്ന അത്രയും ടെക്നോളജി നമുക്കറിയില്ല. ഫുഡ് സ്പോൺസർ ചെയ്യാൻ പറ്റും സാറേ? പിന്നെ കിങ് ഓഫ് ദി ഡേ, ഇന്നത്തെ കിങ് എന്ന് പറയുന്നത് നമ്മുടെ മൂസയാണ്. ഓക്കെ, ഇനി ഈ ഭാഗത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നാൽ ഏതെങ്കിലും ഒരു ലീഡർ തന്നെ, ഏതെങ്കിലും ഒരു ലീഡർ, അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ഒരു ലീഡർ ആർക്കണയോ? അവിടെ മുരളി, ഇവിടെ ആരിഫ്. മുരളി, മുരളി പ്ലീസ്. ഇതിന്റെ ഏതൊരു പ്രശ്നം മൊബൈൽ ഫോണൊക്കെ കണ്ടിട്ടുള്ള ഇതില് ഏത് ഗ്രൂപ്പാണ് ആദ്യം 10 മാർക്ക് കരസ്ഥമാക്കുന്നത് അവരായിട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിൽക്കണോ? നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം, എവിടെ വേണമെങ്കിലും പോകാം, എന്തുവേണം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെന്താ സംഭവം? ഈ കിങ്ങിന് ഓരോ ആവശ്യങ്ങളുണ്ടാവും, കിങ്ങിന് ഓരോ ആവശ്യങ്ങളുണ്ടാവും. ശരിക്കും ശ്രദ്ധിക്കണം, കിങ്ങിന്റെ ആവശ്യം എന്താണെന്നുള്ള കാര്യം ഞാൻ പറയും. അപ്പം കിങ്ങിന്റെ ആവശ്യം, കിങ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്, നിങ്ങളുടെ ലീഡറെ എത്തിച്ചോളണം. ലീഡർ ഇത് കിങ്ങിന് അപ്പൊ ഇതിന് ഏറ്റവും നല്ലത് സ്റ്റാൻഡപ്പ് സ്പിരിറ്റായിട്ട് എടുക്കണം. സ്പിരിറ്റായിട്ട് എടുക്കണം. എഴുതുന്നെങ്കിൽ പോകാം, എന്തുവേണം ചെയ്യാം. ഓക്കെ, റെഡിയല്ലേ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലീഡറിൽ കൊടുക്കുക. ലീഡർ ഇങ്ങനെ ഹാൻഡ് നമ്പർ 2. A group 2 marks and B group 0. മുന്നോട്ട് പോലെ ഇങ്ങനെ വേണ്ടത് വളരെ ആക്റ്റീവായി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ വേണ്ടത് ഒരു പേഴ്സ്, ഒരു പേഴ്സ് ഇങ്ങനെ വേണ്ടത് ഒരു ബസ് ടിക്കറ്റ് അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ബില്ല്. ഓക്കെ, അപ്പോ ബി ഗ്രൂപ്പിന് 1 ആൻഡ് എ ഗ്രൂപ്പിന് 3. കിങ്ങിന് വേണ്ടത് ഒരു സ്വർണ്ണ വള. വലിയ സമ്മാനമുണ്ടല്ലോ, വലിയൊരു സമ്മാനമുണ്ട്. ഓക്കെ, റെഡിയല്ലേ? ഇങ്ങനെ വേണ്ടത് ഒരു കാറിന്റെ ചാവി. കാറിന്റെ ചാവി എന്താ പേര്?
എനിക്ക് സംബന്ധിച്ചോളം മൂന്നായില്ലേ? ഈ കിങ്ങിന് വേണ്ടത് ഒരു ഉറുമ്പ് 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 അല്ല, വലിയ ആൾക്കാരില്ല. ആ വെള്ളത്തിൽ നോക്കി കലക്കിയ വെള്ളത്തിലുണ്ടായിരുന്നു. വെറുതെ ഒന്നും കാണിക്കുന്നില്ല. ഇതൊക്കെ ഓണം കൊടുത്തില്ലേ? കിട്ടിയാണ് കിട്ടിയാണ്. ഓണം കൊടുത്തു. അതിപ്പോ കൊടുത്തതാ. അപ്പൊ കിട്ടിയിരിക്കുന്നു ആദ്യം തന്നിരിക്കുന്ന എ ഗ്രൂപ്പ്. ഓക്കെ, 4-3. ഓക്കെ, കമ്പൽസറി ആയിട്ട് ലീഡറിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ലീഡറാണ് ഇല്ലല്ലേ? ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഇനി ലീഡറിന് മാത്രമേ കിങ്ങിന് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, കിങ്ങിന് വേണ്ടത് ഒരു ഹെയർ പിൻ ആവാം, ഹെയർ ബാൻഡ് ആവാം, എന്തുണ്ട്? ഓക്കെ, നാല് ടൈറ്റ് ആണല്ലേ? മുന്നോട്ട് പോവാം, മുന്നോട്ട് പോരാ. ഓക്കെ, കിങ്ങിന് വേണ്ടത് ഒരു സോക്സ് കിട്ടി. ഓക്കെ, അപ്പൊ 5-4 ഓക്കെ, 5-4 കിട്ടില്ല, മുന്നോട്ട് പോലെ. ഡിയർ ഫ്രണ്ട്സ്, കിങ്ങിന് വേണ്ടത് ഒരു ബട്ടൺ ഒടിക്കാൻ തയ്യാറുള്ള ബട്ടൺ. ലീഡറിന് മാത്രം കൊടുക്കാൻ പാടുള്ളൂ. 7-4. കിങ്ങിന് വേണ്ടത് ഒരു സേഫ്റ്റി പിന്നെ സേഫ്റ്റി. ആ കിട്ടി കിട്ടി കിട്ടി. അപ്പൊ 5-7 അല്ലേ? 5-7. ഓക്കെ, മുമ്പോട്ട് പോലെ 5-7. കിങ്ങിന് വേണ്ടത് ഒരു ഇല. ഉണങ്ങിയതായാലും കുഴപ്പമില്ല, ഇല. നമ്മളെ ഗ്രൂപ്പുകാർ പോയിട്ടില്ലേ? കൊടുത്തു. ഓക്കെ, 8-5. 8-5. മുന്നോട്ട് പോലെ ഫുൾ ധൈര്യം. ഓക്കെ, കിങ്ങിന് വേണ്ടത് ഒരു സ്റ്റീലിന്റെ എന്തുവാ, സ്റ്റീൽ ഗ്ലാസ്. ഓക്കെ, 6. 8-6. നിങ്ങൾ വെള്ളം കുടിച്ചോ? കിങ്ങിന് വേണ്ടത് ഒരു കാണാതെ കുടിച്ചു. ട്രൗസർ പോയി ഞാൻ നോക്കിട്ടോ. ഒപ്പത്തിനൊപ്പാണ് കേട്ടോ. ഡിയർ ഫ്രണ്ട്സ്, കിങ്ങിന് വേണ്ടത് ഒരു പെന്ന്. കുഴപ്പമില്ല, കിട്ടിയ
ക്യാമറ ഇല്ലാത്ത ഒരു മൊബൈൽ ഫോൺ, ക്യാമറ ഇല്ലാത്ത ഒരു മൊബൈൽ ഫോൺ, നമ്മളെ സുരേഷിന്റെ അടുത്തുണ്ടോ? ക്യാമറ ഇല്ലാത്ത ഒരു മൊബൈൽ ഫോൺ, വാട്സാപ്പ് ആരൊക്കെയുള്ളതിലല്ല. ആരുടെ കയ്യിലുണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല. ഒരില്ല. ക്യാമറ ഇല്ലാത്ത മൊബൈൽ ഫോൺ ഇല്ല. മൊബൈൽ ഫോൺ ഇല്ല. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, കിങ്ങിന് വേണ്ടത് ഒരു 10 രൂപയുടെ നോട്ട്, 10 രൂപ നോട്ട്, 10 രൂപ നോട്ട്. ഓക്കെ, ഞങ്ങൾ കൊടുത്തിക്കണേ 9 8 ഒറ്റപ്പാനോട് കിട്ടിയ എ ഗ്രൂപ്പ് ജയിക്കും. അതാണ് ലാസ്റ്റ്. ഓക്കെ റെഡിയല്ലേ? പയ തൊട്ടാണോ? ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, പയ 1000 തൊട്ടാണെങ്കിൽ കിങ്ങിന് വേണ്ടത് ഒരു മിഠായി, ഒരു മിഠായി കൊടുത്ത് 9 കോമ്പറ്റീഷൻ ആണ്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആവശ്യമാണ് പറയുന്നത്. കിങ്ങിന് വേണ്ടത് ഒരു കല്ല്, കല്ലിന്റെ കഷ്ണം. എവിടെയോ കല്ല്, കല്ല് ആ ജനൽക്കമ്പി വാങ്ങിയാൽ മതി. ആരാണ്? അല്ല അത് പരിശോധന നടത്തണം. അല്ലല്ല ആരും ഓക്കെ, എ ഗ്രൂപ്പിന് വലിയൊരു സമ്മാനമുണ്ട്. ഇത് എ ഗ്രൂപ്പിന്റെ കിങ് വാങ്ങിയതാണ്. കൈയടിക്ക് വാങ്ങുമ്പോ സാറ് രാജാവ് ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ പ്രിയപ്പെട്ട CA സാറെ മുക്തകണ്ഠം പ്രശംസിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഒരു സ്നേഹാദരം നമ്മുടെ പ്രിയപ്പെട്ട CA സാറിന് കൈമാറുന്നതിന് വേണ്ടി ഗ്രൂപ്പ് അഡ്മിൻ പാനൽ അംഗങ്ങളായ നസീമ, നിസാർ, ആരിഫ്, മൂസ തുടങ്ങി മുരളി തുടങ്ങി മുഴുവനാളുകളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. മൊമെൻ്റോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സാറേയും സാധാരണ ക്ഷണിക്കും. സാറിനെ നമുക്ക് വേണ്ടി സാധനം ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമപ്പെടുന്നു. നിയമത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചെയ്തു ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു, അങ്ങനെ വളരെ സീരിയസ് ആയ ഒരു വിഷയം സംസാരിക്കാനുള്ള അവസരമില്ല. കാരണം വർഷങ്ങൾക്ക് ശേഷം കണ്ടുകൊണ്ടിരുന്ന സുഹൃത്തുക്കൾ ഒന്നിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയം സംസാരിക്കാൻ ഉചിതമല്ല എന്നാണ് ഞാൻ പിന്നെ എനിക്ക് പറയാനുള്ളത്. ഞാൻ പഠിച്ച കോളേജുകളിലെയും അതേപോലെ തന്നെ
കോളേജിൽ പിന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ MA കോഴ്സ്, അത് കഴിഞ്ഞ ശേഷം BEd ചെയ്തു, അത് കഴിഞ്ഞ ശേഷം MA ചെയ്തു. അതിനൊക്കെ ആ ഗ്രൂപ്പുകളൊക്കെ ഇപ്പോൾ പല ഗെറ്റുകളുണ്ട്. പിന്നെ 10th സ്റ്റാൻഡേർഡിൽ ഉള്ള ഗെറ്റുകൾ എൻ്റെ അനുഭവത്തിൽ ഇതാദ്യമായി പരിപാടികളാണ്. ഇങ്ങനെയൊന്ന് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു ഡ്രൈവർ മാത്രം ചെയ്താൽ പോരാ. ഇവരെല്ലാം ഫോൺ നമ്പർ കളക്ട് ചെയ്യണം, അതിൻ്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം, അതിൻ്റെ ഇൻവൈറ്റ് ചെയ്യാൻ പറയുന്നത് അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ വളരെ ശ്രദ്ധയോടെ അഭ്യർത്ഥിക്കാൻ ഈ അവസരം ചെയ്യും. പിന്നെ ഇപ്പോൾ എല്ലാ ആൾക്കാരുടെയും ഫോണിലാണ് പരിപാടി. ഞാനിവിടെ ഇപ്പോൾ വരുമ്പോൾ ഒരു ചങ്ങാതി അനു കിട്ടിക്കണേ. ആൾക്കാരാവല്ലേ നമ്മളെ ഈ പരിപാടി വിജയിപ്പിച്ച് തന്ന എല്ലാവർക്കും ആദ്യമായിട്ട് നന്ദി പറയണം. പ്രത്യേകിച്ച് നമ്മളെ കൂടെ അതിനുള്ള കുട്ടികൾ കളിച്ചത് അത് നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. നമ്മളെ കുഞ്ചോമന കുട്ടികൾ, നമ്മളെ പൈസൻ്റെ, പിന്നെ ലക്ഷ്യമാരുടെ ആരോഗ്യ കുട്ടികളോട് കളിച്ചു. നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ പാട്ടുകളൊക്കെ പാടി നമ്മൾ ചെറിയൊരു പരിപാടിയാണെങ്കിലും നമുക്കത് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നുള്ള അതിന് പഠിച്ചവരോട് നമ്മൾ സ്തുതിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വന്ന് പങ്കെടുത്ത നമ്മളെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഒപ്പം പഠിച്ച ആളുകളുടെ ഭാര്യമാര്, അതുപോലെ ഇന്ന പോലത്തെ ആൾക്കാരുടെ നമ്മളെ സഹോദരിമാരുടെ ഭർത്താക്കന്മാരും ഇതിൽ വന്നിട്ട് അവരുടെ സാന്നിധ്യം വളരെ ഭംഗിയായിട്ട് നിറവേറ്റിയിട്ടുണ്ട്. കുറേ ആളുകൾ ഇങ്ങനെ പോയി എങ്കിലും എല്ലാവർക്കും ഇപ്പോൾ സാഹചര്യത്താണ് ചിലപ്പോൾ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ഒരു വലിയൊരു പിന്തുണ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വളരെ അത്യാവശ്യമാണ്. ഒരുവിധ ആൾക്കാർ അത് കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞാൽ വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇന്ന് രാവിലെ വരെ അവർ വരണമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നതായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണത്താൽ അവർക്ക് വരാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പ്രവാസികളാണ്, ഓർക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പ്രവാസിയായ ആൾ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. പിന്നെ ഇതിൽ നമുക്ക് ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളെ കൂടെ പഠിച്ചിട്ടുള്ള മുസൽമ, അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ട് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം മുമ്പ് നമ്മളിൽ നിന്ന് പിരിഞ്ഞായിട്ടില്ല നമ്മളെ സുഹൃത്ത് യാസർ, അവൻ്റെ ഒരു മരണം നിങ്ങൾ ഒരുവിധ ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, പങ്കെടുത്തിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് CI സാറിലൊക്കെ സമയത്ത് നമുക്ക് പറയേണ്ടതായിരുന്നു, അവനെ നമ്മൾ ഓർക്കേണ്ടതായിരുന്നു. നമ്മൾ ഒരുപാട് പരിപാടികൾക്ക് ഇപ്പോൾ യാസറിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ സ്കൂളിൽ നിന്ന് പോയിട്ട് ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ UAE വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ UAE ഞങ്ങൾ പ്രവാസി കൂട്ടായ്മ എന്നുള്ള കൂട്ടായ്മയിലും ഈ യാസർ അംഗമാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പരിപാടിയായിട്ട് എൻ്റെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇവിടെ യാസറിനേറ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആരിഫ് ഇവരൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ UAE ഒരു ചെറിയൊരു പ്രവാസി കൂട്ടായ്മ ഉണ്ട് തൂര്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഇതേമാതിരി ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളോട് പറയാറുണ്ട്. ആ സമയത്ത് ഞാൻ ഈ വ്യക്തികളൊക്കെ ബന്ധപ്പെടുമ്പോൾ അവൻ എന്നോട് പറയുന്നൊരു കാര്യത്തിൽ, സമീറ എനിക്ക് ഇതിൽ പങ്കെടുക്കാനുള്ള സമയമല്ല, പൈസ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ചെയ്യാം, പക്ഷെ അത് വേറെ ആരും അറിയണ്ട എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും പല പ്രശ്നങ്ങളും അവർ നിറവേറ്റാൻ അവന് സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായിച്ച വ്യക്തിയാണ് യാസർ. അത് ചിലർക്ക് അത് നേരിട്ട് അനുഭവം ഉണ്ടാവും, ചിലർക്ക് പറഞ്ഞു കേട്ടുള്ള അനുഭവം ഉണ്ടാവും. എന്നിരുന്നാലും പ്രിയ സുഹൃത്തിൻ്റെ ഒരു വിനിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ 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 വിഷമമുള്ളൊരു കാര്യമായി താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമായി. ഓനൊരു കുട്ടിയാണുള്ളത് യാസർ കൂത്തുപറമ്പ്. ഓൻ്റെ എളാപ്പാൻ്റെ മകനാണ്, മൂത്താപ്പാൻ്റെ മകനാണ് റുക്സാൻ. ഇവിടെ
കച്ചവടം നടത്തുന്നുണ്ട്. റുക്സാൻ, യാസർ എന്ന് പറയുന്ന 2 പേരായിരുന്നു ആ വീട്ടിൽ നിന്ന് വന്നിരുന്നത്. നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്നവരെ. അത് കഴിഞ്ഞതിന് ശേഷം യാസർ തൂർക്ക് മാറി. ഈ റുക്സാൻ പള്ളിപ്പറമ്പ് തന്നെയായിരുന്നു. റുക്സാനാണ് ഇപ്പോൾ ഉള്ളത്. അതിലൊരാളാണ് യാസർ. ആൾ മരണപ്പെട്ടു പോയത്. അവന് ലീവിന് വന്നതായിരുന്നു. UAE ഫുജാരിയിലാണ് വർക്ക് ചെയ്യുന്നത്. ലീവിന് വന്ന സമയത്ത് എനിക്ക് വിളിച്ചായിരുന്നു. പിന്നെ ചെറിയ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഒന്ന് കാണാമെന്ന് പറഞ്ഞാണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻഷാല്ലാ അങ്ങാടിയിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞു. നമ്മളത് അങ്ങനെ വിട്ടുപോയി, മറന്നുപോയി. പിന്നെ ഇവൻ്റെ മരണ വാർത്തയാണ് നമ്മൾ അറിയുന്നത്. വളരെ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ അവൻ്റെ മരണം രാത്രി നമ്മൾ സുഹൃത്ത് ഫൈസൽ പോയെന്നറിയില്ല, ഓനും ഈ യാസറും രാത്രി 12 മണി വരെ ഏകദേശം സംസാരിച്ചിരുന്നിട്ട് രാവിലെ ഈ കേൾക്കുന്നത് ഇവൻ്റെ മരണ വാർത്തയാണ്. അപ്പോൾ അത് എത്രത്തോളം നമ്മൾക്ക് ഉള്ളിലേക്ക് തട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ അറിയാൻ പറ്റും. നമുക്ക് യാദൃശികമായിട്ട് ഓനെ കാണാൻ പറ്റിയില്ല. ഞാൻ എൻ്റെതായിട്ടുള്ള തിരക്കും ഓൻ്റെതായിട്ടുള്ള തിരക്കിലും നമുക്ക് ഓനെ കാണാൻ പറ്റിയില്ല. ഓനെ നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മളെ തിരക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ വിട്ടുപിരിഞ്ഞില്ല. ഏതായാലും ഓരോ കുടുംബത്തിൻ്റെയും ഓരോ ഭാര്യൻ്റെയും മക്കളൊക്കെ ദുഃഖത്തിൽ നമ്മക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പൈസ കൊണ്ടല്ല, നമുക്ക് പ്രാർത്ഥനയാണ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ അവനെ നമ്മളോട് പഠിച്ച മുസൽമാൻ നമ്മളെല്ലാവരെയും അവരെ പങ്കെടുപ്പിക്കണം. കാരണം വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു. ചില സാഹചര്യത്താൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് സ്വാഭാവികം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. നമ്മളെ എന്തൊരു കാര്യത്തിലും സഹകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യാസർ. ഏതായാലും അവൻ്റെ ആഖിറം കുറച്ച് വെളിച്ചായി കൊടുക്കട്ടെ. അവനെ നമ്മൾ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയായിട്ട് പങ്കെടുത്ത് സഹകരിച്ച ഫോണുമായിട്ട് വിളിച്ച് സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും, എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ പേരിലും ഈ പരിപാടി എന്നിൽ അർപ്പിച്ച കർത്തവ്യം എന്നുള്ള നിലക്കും ഞാൻ എല്ലാവരോടും അതിന് നന്ദി അറിയിക്കുകയാണ്. ഇനിയും തുടർച്ചയായിട്ട് നമ്മൾ ഈ ഗ്രൂപ്പ് നല്ല രീതിയിൽ തന്നെ പോകണം. നമ്മളെ കുട്ടികൾക്കൊരു മാതൃക കാണും. നമ്മളെ കുട്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവർക്ക് ചില തലമുറയിൽ, കുറച്ച് മുമ്പുള്ള തലമുറയിൽ നമുക്കൊന്നും കുട്ടികളോട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് മുണ്ടാനോ പറയാനോ ഒന്നും നമുക്ക് പറ്റൂലായിരുന്നു. ഇപ്പം എന്നുള്ള സാഹചര്യത്തിൽ കുട്ടികളൊക്കെ ഫുള്ള് അപ്ഡേറ്റഡ് ആണ്. കംപ്ലീറ്റ് ഫോണിൽ കൂടിയുള്ള പരിപാടികൾ തന്നെയാണ്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ്, അതായത് ഇപ്പോൾ ക്ലാസ്മേറ്റ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതൊക്കെ ഇത്രയും നമ്മൾ ഈ ആഫ്റ്റർനൂൺ ബാച്ച് നമ്മൾ 4-5 ക്ലാസ്സിലുള്ള ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള തലമുറയിൽ ഒരു ക്ലാസ്സിലുള്ള കുട്ടികൾ പോലും ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണത്താൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കേസുകളാണ് നമ്മളെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ കുടുംബത്തോടോ അല്ലെങ്കിൽ നമ്മളുടെ അയൽവാസികളോ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളെ ഈ ഫ്രണ്ട്സുകളോട് നമുക്ക് സംസാരിക്കാം, സഹകരിച്ച് അവർ ഒരാളോട് പോലും പറയില്ല. അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. അപ്പം നമ്മളൊരു പ്രശ്നം നമ്മൾ ഈ ഗ്രൂപ്പ് കൂട്ടായ്മയിൽ ആണിൻ്റെതായുള്ള പെണ്ണിൻ്റെതാണെങ്കിലും നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോഴും 10ാം ക്ലാസ്സാണ്. നമ്മളിപ്പോഴും 10ാം ക്ലാസ്സിലാകുമ്പോൾ നമ്മൾ ആ ഒരു മെയിൻറ്റിലുള്ളൂ. അമ്മായിപ്പോരോ അല്ലെങ്കിൽ അളിയമ്പോരോ മറ്റേ പോരോ കുറച്ച് പോരോ ഒന്നും ഇതിലില്ല. നമ്മളെപ്പോഴും കൂട്ടുകാരാണ്. അപ്പം എന്തെങ്കിലും ഒരാളെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മളത് നിറവേറ്റാൻ നമ്മൾ നോക്കും. ഇപ്പം ഞാൻ ഉദാഹരണം, നമ്മളൊരാളിന് 10 രൂപ കടം മേടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്ഷിപ്പിലുള്ള കേസിലാണെന്നുണ്ടെങ്കിൽ അതൊരു ഫ്രണ്ട്സായിട്ട് ഇരിക്കും. നേരെ മറിച്ച് വേറൊരു ആൾക്കാരെന്നാണെന്നുണ്ടെങ്കിൽ 4 ആളോട് പോയിട്ട് പറയാം, അമീറേ അവിടെ പൈസ കൊടുക്കണം ഇങ്ങനെ പറയാം. ആ ഒരു ബന്ധം നമുക്ക് ഈ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ശ്രീ സാറിന് പറഞ്ഞല്ലോ, 10ാം ക്ലാസ്സിൽ പരിപാടിക്ക് ആദ്യമായിട്ട് പങ്കെടുക്കണം. മുമ്പിൽ തന്നെ നമുക്ക് ഇതുള്ളൂ. നമ്മളിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ജയിക്കാക്കാൻ നന്നായിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ കഴിഞ്ഞത് അതുകൊണ്ടാണെന്ന് പറയാം. കുറച്ച് കൂടുതൽ പഠിച്ച ആളുകൾ നമ്മളൊപ്പം ഉണ്ടെങ്കിലും അവരിതിൽ ഒരു വിധത്തിലൊന്നും പങ്കെടുക്കലില്ല. കൂടുതലും ഞാൻ അങ്ങനെ കാണുന്ന പ്രശ്നവും അങ്ങനെയൊക്കെ പോയി കൂടുതൽ പഠിച്ച ആളുകൾ ഇതിൽ കൂടുതലില്ല. ഏകദേശം 90% ആൾക്കാരും 10ാം ക്ലാസ് ഫെയിൽ തന്നെയാണ് നമ്മളെല്ലാ ആൾക്കാരും. ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു 10 തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. അത് ഇത് എന്താ പറയുക, നമ്മുടെ ഈ കൂട്ടായ്മ എന്നും നമുക്ക് നിലനിൽക്കണം. ഇപ്പം നമ്മളൊരാളിൽ ഇപ്പോൾ യാസർ പോയി, ഉമ്മുസൽമ പോയി, അതുപോലെ ആരൊക്കെ ഇതിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ ഉള്ളിടത്തോളം കാലം ഇത് കൂട്ടായ്മയായിട്ട് തന്നെ നിൽക്കണം. ഇതിൽ കുറെ ആദ്യ സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായി. പിന്നെ ഫോൺ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക കാര്യങ്ങൾ, അതൊരിക്കലും ചെയ്യരുത്. നിങ്ങൾ കാര്യങ്ങൾ പറയാം. ഇപ്പം ഞമ്മക്കൊക്കെ നസീമാക്കോ അല്ലെങ്കിൽ ബൽക്കൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു വിളിച്ച് വേറെ രീതിയിൽ നമ്മളിത് ആരും എടുക്കരുത്. അത് വളരെ മോശപ്പെട്ട ഒരു സംഗതി. വേറെ ഇഷ്ടംപോലെ സൈറ്റുകളും വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കരുത്. നമ്മൾ ഒരിക്കലും അവരെ പേഴ്സണൽ കാര്യത്തിൽ ചാറ്റ് ചെയ്യുക, രാത്രി ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോ
ചില ഭർത്താക്കന്മാർക്ക് അത് ഇഷ്ടപ്പെടില്ല, ചില ഭാര്യമാർക്ക് ഇഷ്ടപ്പെടില്ല. ഭാര്യമാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കേസുകൾ എനിക്കറിയാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു വൈക്കും പോകാൻ ഓരോ ഭാര്യയാക്കില്ല, അങ്ങനെയുള്ള കേസുകളുണ്ട്. അത് ഈ പ്രശ്നങ്ങൾ ഭാര്യമാർക്ക് മാത്രം, നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഇത് കൂടുതൽ അനുഭവിക്കുന്നത് പുരുഷന്മാരായ ഞങ്ങൾ പോലത്തെ ആൾക്കാരും ഉണ്ട്. ഒപ്പം പഠിച്ച കുട്ടികളോട് മുണ്ടാൻ പറ്റൂല, ഒപ്പം പഠിച്ച കുട്ടികളുടെ കല്യാണത്തിന് പോകാൻ പറ്റൂല, ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ പല കേസുകളും കേട്ടിട്ടാണ് ഇവരിത് ബ്ലോക്ക് ആക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ ഒരു ഒപ്പം പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാസത്തിൽ ഒരു തവണയാണ് പുറത്തിറങ്ങാൻ പറ്റുള്ള നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു തവണ, ഒറ്റ തവണ, ഒരു ജയിലിലിട്ട് മാറിയിട്ടാണ് ആ കുട്ടി നമ്മളെ കൂടെ പഠിച്ചൊരു പെണ്ണ് ജീവിക്കുന്നത്. ഒരൊറ്റ തവണ, ഒരു മാസത്തിൽ ഒരു തവണ മാത്രം ടൗണിൽ പോവാ. അന്ന് എന്ത് സാധനങ്ങൾ മേടിക്കണോ ആ മേടിച്ചാൽ പോരാ, തിരിച്ചു പോരുമ്പോൾ അത് മറന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസത്തിലാണ് പോവുക. അടുത്ത മാസത്തിലെ പുറത്ത് കൂടുള്ളൂ. അങ്ങനത്തെ ആർക്കെങ്കിലും ഉണ്ടോ? നമ്മളെ കൂടെ പഠിച്ച ഒരാൾക്കുണ്ട്, അതാ പറഞ്ഞു, നമ്മളെ കൂടെ പഠിച്ച ഒരാൾക്കുണ്ട്. അതുപോലെ പെണ്ണുങ്ങളെ പീഡനമുള്ള ആളുകളുണ്ട്, പെണ്ണുങ്ങളെ പീഡനമുള്ള ആളുകളുണ്ട്. നമ്മൾ ചിലപ്പോൾ നിങ്ങൾ വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങളോട് ചിരിക്കാതെ മിണ്ടാതെ പോകുന്നുണ്ടെങ്കിൽ, അവൻ്റെ കൂടെ ഭാര്യ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവരുടെ സ്വഭാവം മോശമാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. വീട്ടിൽ ചെന്നിട്ട് വഴക്കേക്കര, അടിയേക്കര. ഈ കുട്ടികളുടെ ഇടയിൽ വഴക്കും കടിയും കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം സ്വാഭാവികമായിട്ട് ആൾ മാറിപ്പോകും, മിണ്ടാതെ പോകും. സ്വാഭാവികമായിട്ട് ചില പെണ്ണുങ്ങൾ മിണ്ടാതെ പോകുന്നുണ്ടല്ലോ, അന്ന് മോർക്ക് തന്നെ. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ചില കേസുകൾ കേട്ടിട്ടാണ് കൂടെ പഠിച്ചവൻ്റെ പ്രശ്നങ്ങൾ, കൂടെ പഠിച്ചവൻ്റെ ഒപ്പം പോവുക, അല്ലെങ്കിൽ കൂടെ പഠിച്ചവൻ്റെ മോശമായിട്ടുള്ള ഓരോ പ്രവൃത്തി കാരണം, ഇങ്ങനെയുള്ള കാരണങ്ങളാലാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും നമ്മളിൽ നിന്ന് ഉണ്ടാവരുത്, ആണിൻ്റെ അടുത്താണെങ്കിലും പെണ്ണിൻ്റെ അടുത്താണെങ്കിലും. പിന്നെ നിങ്ങൾക്ക്